നമസ്കാരം. സകലമാന വാർത്തകളുടെ അരമണിക്കൂർ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് കള്ളവോട്ടിന് നീക്കമെന്ന NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നു. വ്യാജ വോട്ടർമാർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കൃഷ്ണകുമാർ. തൃശൂർ മാന്താമംഗലത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആന വീണത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ. വീഴ്ചയിലെ ആഘാതമാകാം ചരിയാൻ കാരണമെന്ന വനംവകുപ്പ്. തൊടുപുഴ കരിങ്കുന്നത്ത് കണ്ടെത്തിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച് വനംവകുപ്പ്. മംഗളാദേവിയിൽ ചിത്രപൗർണമി ഉത്സവം. ദർശനം തേടി ആയിരങ്ങൾ. പാലക്കാട് മണ്ണാർക്കാട് പഴയ മാർക്കറ്റിൽ വൻ അഗ്നിബാധ. തീയണച്ചത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽ വയോധികൻ മരിച്ചു. അപകടം ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച്. വിശദമായി കടക്കുമ്പോൾ ആദ്യം നോക്കാം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. Political Grand Finale, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. പാലക്കാട് കള്ളവോട്ടിന് നീക്കമെന്ന NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് നീക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും. ഏറ്റവും കൂടുതൽ വ്യാജ വോട്ടുകൾ വരുന്നത് പട്ടാമ്പിയിലാണെന്നും വ്യാജ വോട്ടർമാർക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ കഴിയുന്ന അത്ര വോട്ടുകൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും വ്യാജ പേരുകളിൽ അല്ലെങ്കിൽ ഇരട്ടി വോട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജയിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ അധികം വോട്ടുകൾ പല നിയമസഭാ മണ്ഡലങ്ങളിലുണ്ട്. പട്ടാമ്പിയിൽ 59,251 വോട്ടർമാരാണ് ഇത്തരത്തിലുള്ളത്. ഷൊർണൂര് 56,233 വോട്ടർമാരുണ്ട്. ഒറ്റപ്പാലത്ത് 57,354 വോട്ടർമാരുണ്ട്. കോങ്ങാട് 36,397 വോട്ടർമാരുണ്ട്. മണ്ണാർക്കാട് 51,437 വോട്ടർമാരുണ്ട്. മലമ്പുഴയിൽ 40,681 വോട്ടർമാരുണ്ട്. പാലക്കാട് 24,798 വോട്ടർമാരുണ്ട്. അതായത് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ ആകെയുള്ള വോട്ടിന്റെ 1/4 വോട്ട് ഇരട്ടി വോട്ടാണ്. 13,98,000 വോട്ടർമാരുള്ളത്. അതിൽ 3,26,000 വോട്ടുകൾ ഇരട്ടി വോട്ടുകളായിട്ടാണ് വരുന്നത്. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കുറ്റമറ്റ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന്റെ പരിപൂർണമായിട്ടുള്ള ഉത്തരവാദിത്വം അതാത് സംസ്ഥാനത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസർമാർക്കാണ്. ഞങ്ങൾക്ക് ചീഫ് ഇലക്ഷൻ ഓഫീസറോട് അഭ്യർത്ഥിക്കാനുള്ളത് കുറ്റമറ്റ രീതിയിലുള്ള വോട്ടർ പട്ടികയുമായിട്ടായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്തേണ്ടത്. എസ് വിനേഷ് കുമാർ കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ പല മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഇരട്ട വോട്ട്, കള്ളവോട്ട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു. ഈ വീട്ടിലെ വോട്ട് സമയത്തൊക്കെ കള്ളവോട്ട് രേഖപ്പെടുത്തി എന്നുള്ള തരത്തിൽ കണ്ടെത്തുകയും നടപടിയെടുക്കുന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. എന്താണ് പാലക്കാടെ ഒരു സാഹചര്യം? ഗുരുതരമായ ആരോപണം ആണ് പാലക്കാട് NDA സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത്. കണക്കുകൾ നിരത്തിയാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത്. എന്താണ് സാഹചര്യം? എന്താണ് അദ്ദേഹത്തിന്റെ ആരോപണം?
ആര്യ 3,26,151 വോട്ടുകൾ വ്യാജ വോട്ടുകളാണെന്നാണ് ഇപ്പോൾ BJP ആരോപിക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ 13,98,163 വോട്ടർമാരാണുള്ളത്. അതിലാണ് ഈ 3,26,151 ഇരട്ട വോട്ടുകളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരുടെ പേരുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. എന്നാൽ ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറ്റ് റിപ്ലൈ ഒന്നും ലഭിച്ചിട്ടില്ല എന്നും BJP പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥിയായ C. കൃഷ്ണകുമാർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കി. എന്തായാലും ഇനിയിപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകൾ അല്ലെങ്കിൽ ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ വ്യാപകമായി ചേർത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇതിന്റെ കൃത്യമായ കണക്കുകളും ഒപ്പം തന്നെ വോട്ടർ പട്ടികയിൽ പല ബൂത്തുകളിലും മറ്റ് ബൂത്തുകളിലെല്ലാം തന്നെ 2-3 ബൂത്തുകളിലെല്ലാം തന്നെ ഒരേ ആളുടെ പേരും വിലാസവും വന്നതിന്റെ രേഖകൾ അല്ലെങ്കിൽ അതിന്റെ വോട്ടർ പട്ടിക സഹിതമാണ് C. കൃഷ്ണകുമാറും മറ്റു BJP നേതാക്കളും മാധ്യമങ്ങളെ കണ്ടത്. ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഈ കള്ളവോട്ടുകൾ കണ്ടത് പട്ടാമ്പി നിയോജക മണ്ഡലത്തിലാണ്. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ വരുന്നത് 59,251 വോട്ടുകളാണ്. ഷൊർണൂരിൽ 56,233 വോട്ടുകളും കള്ളവോട്ടുകളാണ്. ഒറ്റപ്പാലം 57,354, കോങ്ങാട് 36,397, മണ്ണാർക്കാട് 51,437, മലമ്പുഴയിൽ 40,681, പാലക്കാട് 24,798 വോട്ടുകളും കള്ളവോട്ടുകൾ എന്നാണ് BJP ആരോപിക്കുന്നത്. അതിന് ഉപോത്ബലകമായ തെളിവുകളുമായാണ് ഇവർ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിട്ടുള്ളത്. എന്തായാലും ഇതുമായി നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനം. തെരഞ്ഞെടുപ്പ് ഫലത്തെ പോലും പ്രതിഫലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്ന് പോലും ഗതി നിർണ്ണയിക്കുന്നത് വോട്ടുകളാണ്. ഇത്തരം ഇത്രയും ലക്ഷത്തോളം വോട്ടുകൾ കള്ളവോട്ടുകളാവുമ്പോൾ ആര് ജയിക്കണമെന്ന് പലപ്പോഴും ഇത്തരം കള്ളവോട്ടുകൾ തന്നെ തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണകക്ഷിയിലുള്ള ഉന്നത നേതാക്കളുടെ ഒത്താശയോടുകൂടി ചില ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ഹർജി സമർപ്പിക്കുമെന്നാണ് C. കൃഷ്ണകുമാർ വ്യക്തമാക്കിയത്. ശരി, S. വിനേഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. വേഗം തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. സുന്ദരി തട്ടുകട ഇപ്പൊ തിരികെ വാർത്തകളിലേക്ക്. തൃശൂർ മാന്താമംഗലം വെള്ളക്കാരിത്തടത്ത് കിണറ്റിൽ വീണ കാട്ടാന ചരിഞ്ഞു. ആനക്കുഴി സ്വദേശി സുരേന്ദ്രന്റെ വീട്ടിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. പുലർച്ചെ 1 മണിയോടെയാണ് അപകടം. വനംവകുപ്പിന്റെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ JCB ഉപയോഗിച്ച് കരയ്ക്ക് കയറ്റാൻ ശ്രമം തുടരുന്നതിനിടെയാണ് ആന ചരിഞ്ഞത്. കഴിയുന്നതുപോലെ ആനയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയതായി സ്ഥലമുടമയും നാട്ടുകാരും പ്രതികരിച്ചു. പുറകുവശം ഇടിച്ചുള്ള വീഴ്ചയിൽ പരുക്കേറ്റതാകാം ആന ചരിയാൻ കാരണമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രതികരിച്ചു. ഇടുക്കി തൊടുപുഴ കരിങ്കുന്നത്ത് കണ്ടെത്തിയ പുലിയെ പിടികൂടാനായി വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. വീണ്ടും വീടുകൾക്ക് സമീപത്ത് പുലി എത്തിയത് ജനങ്ങൾക്കിടയിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. ഇല്ലിച്ചാരി മലയിലാണ് കൂടുവെച്ചത്. 1.5 മാസക്കാലമായി മേഖലയിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ട്. കരിങ്കുന്നം പഞ്ചായത്തിലെ 5ഉം 6ഉം വാർഡിൽപ്പെട്ട സ്ഥലമാണ് ഇല്ലിച്ചാരി. മുട്ടം പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണിവിടം. മുട്ടം പോളിടെക്നിക്കിന് സമീപവും പുലിയെ കണ്ടിരുന്നു. ഇല്ലിച്ചാരി ഭാഗങ്ങളിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള നാട്ടുകാരുടെയും സംഘടനകളുടെയും ഒക്കെ നിരന്തരമായ ഇത് മാനിച്ചുകൊണ്ട് നമ്മൾ തൊടുപുഴ റേഞ്ചിൻ്റെയും ഫയർഫോഴ്സ് റേഞ്ചിൻ്റെയും തൊടുപുഴ ഫയർഫോഴ്സ് റേഞ്ചിൻ്റെയും നേതൃത്വത്തിൽ സ്റ്റാഫുള്ള എല്ലാ സ്റ്റാഫുകളും കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം 2 ആഴ്ചയായിട്ട് ഇവിടെ മോണിറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ ഇതനുസരിച്ച് നമ്മളിവിടെ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുകയും
ക്യാമറ ട്രാപ്പ് പരിശോധിച്ചതിൽ പുലിയുടെ സാന്നിധ്യം കണ്ടതും പിന്നെ ഇവിടെ പുലിയുടെ പക്മാർക്കും മറ്റ് ഇത് കണ്ടതിൽ നമ്മൾ വനവകുപ്പ് സ്ഥിരീകരിക്കുകയാണ് ഏകദേശം പുലിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു മാസം മുമ്പ് ഒരാടിനെ വന്നിങ്ങനെ എന്നാ സാധനമെന്ന് അറിയത്തില്ല, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ പട്ടി അടുത്ത് നിൽപ്പുള്ളൂ. അത് കഴിഞ്ഞ് ഇത് എന്നാന്ന് അറിയത്തില്ലാതെ നോക്കിയപ്പോൾ തന്നെ അത് ചത്ത് കിടക്കുമായിരുന്നു. ചത്തിട്ട് പിന്നെ എന്നാന്ന് അറിയത്തില്ല. പിന്നെ അതിനെ രാവിലെ കൊണ്ട് കുഴിച്ചിടുമായത്. അത് കഴിഞ്ഞിട്ട് ഒരു 8 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത് നിന്ന് വേറെ ആടിനെയും കൂടെ പിടിച്ചു. അന്നേരം ചേട്ടൻ കണ്ടു എന്നതാ വന്നതെന്ന്. അത് കഴിഞ്ഞ് അതിനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്ന് മേടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് 3-ാം ദിവസം അത് ചത്തുപോയി. പാലക്കാട് മണ്ണാർക്കാട് തെങ്കര വെള്ളാരം കുന്നിൽ പഴയ മാർക്കറ്റിൽ വൻ അഗ്നിബാധ. പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. മണ്ണാർക്കാട് അഗ്നിരക്ഷാ യൂണിറ്റിൽ നിന്ന് 3 യൂണിറ്റ് സംഭവസ്ഥലത്തെത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. താമരശ്ശേരി ചുരത്തിൽ അപകടത്തിൽ ഒരു മരണം. ബൈക്ക് ലോറിക്ക് പിന്നിലിടിച്ചാണ് വയോധികൻ മരിച്ചത്. കോടഞ്ചേരി നെല്ലിപ്പൊയിൽ മണ്ണാറോട്ട് MM എബ്രഹാമാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടെ ചുരം 1-ാം വളവിന് താഴെയായിരുന്നു അപകടം. മരം കയറ്റി വരികയായിരുന്ന ലോറിക്ക് പിന്നിലാണ് ബൈക്ക് ഇടിച്ചത്. ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് എബ്രഹാമിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിൽ ചിത്ര പൗർണമി ഉത്സവത്തിന് തുടക്കമായി. വർഷത്തിൽ ഒരിക്കൽ ചിത്ര പൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള ക്ഷേത്രത്തിലെ ഉത്സവം കേരളവും തമിഴ്നാടും സംയുക്തമായാണ് നടത്തുന്നത്. 1000-ലധികം വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ ഉത്സവ നാളിൽ കേരളം തമിഴ്നാട് ശൈലികളിലെ പൂജകളാണ് നടത്തുന്നത്. അടുത്തടുത്ത 2 ശ്രീകോവിലുകളിലും മംഗളാദേവി പ്രതിഷ്ഠയാണുള്ളത്. രാവിലെ 6 മുതൽ 1-ാം ഗേറ്റിലൂടെ ഭക്തരെ കയറ്റിവിട്ടു തുടങ്ങി. 2 സംസ്ഥാനങ്ങളിൽ നിന്നുമായി 100 കണക്കിന് ഭക്തരാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. തൃശൂർ ചെമ്മണ്ണൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ 3 പേർക്ക് പരിക്ക്. ചെമ്മണ്ണൂർ സ്വദേശികളായ സജിത, മാധവി, സജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. 2 കമ്മിറ്റിക്കാർ തമ്മിൽ അമ്പലത്തിനുള്ളിലേക്ക് കയറുന്ന സമയക്രമത്തെ ചൊല്ലി വാക്കുതർക്കം നടന്നിരുന്നു. ഇതേ തുടർന്നുള്ള വൈരാഗ്യത്തിൽ അമ്പലത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന വഴി 2 കമ്മിറ്റിക്കാരും തമ്മിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൃഷിയും ആചാരാനുഷ്ഠാനങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന ബന്ധങ്ങൾ പുതുതലമുറകളിലേക്ക് പകർന്ന് പന്നിയും മക്കളും തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. കണ്ണൂർ പയ്യന്നൂർ കോറോം ചെങ്ങൽക്കോട്ടം കരിമ്പാലൻ തമ്പുരാട്ടി ദേവസ്ഥാനത്താണ് അപൂർവ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തിയത്. കാർഷിക സമൃദ്ധമായിരുന്ന കോറോം ഗ്രാമത്തിൽ പണ്ട് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും വെല്ലുവിളി ഉതിർത്തിരുന്നത് കാട്ടുപന്നിശല്യമായിരുന്നു. പന്നിശല്യത്തിൽ നിന്നുള്ള കൃഷിയുടെ മോചനമാണ് പന്നിയും മക്കളും തെയ്യക്കോലങ്ങളുടെ പശ്ചാത്തലം. പന്നിമുഖത്തോടു കൂടിയ 2 വലിയ തെയ്യങ്ങളും പൊയ്മുഖമില്ലാത്ത 2 കുഞ്ഞു തെയ്യങ്ങളുമാണ് തെയ്യം കെട്ടിലുള്ളത്. അതിരൂക്ഷമായ പന്നിയുടെ ശല്യം കൊണ്ട് നെൽകൃഷികളും മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ഒക്കെ നശിച്ചു പോയ ഒരവസ്ഥയാണ് ആ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. കല്യാൺ തറവാട്ടിലത്തെ പൂർവിക കാരണന്മാർ, വലിയ സമുദായത്തിൽപ്പെട്ട കാരണന്മാരാണ് ആ കൃഷിപ്പണികളും മറ്റുമൊക്കെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ പനയന്തട്ട തറവാട്ടുകാരും മറ്റ് കൃഷിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചെങ്ങൽക്കോട്ടത്ത് വന്ന് ചെങ്ങൽക്കോട്ടത്തിലെ ദേവിയോട് സംഗതി മൊഴികളല്ലേ ചൊല്ലി അതുപ്രകാരം അവിടെ കൃഷിനാശം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പന്നിയും പന്നിയുടെ മക്കളെയും കെട്ടിയാടിക്കാമെന്ന് ദൈവത്തിൻ്റെ മുന്നിൽ വാക്ക് കൊടുക്കുകയും ആ വർഷം മുതൽ കൃഷിനാശം വളരെ കുറഞ്ഞ ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്.
അതിനുശേഷം ഇങ്ങോട്ട് പന്നികളുടെ ശല്യം വളരെ കുറവായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഓർമ്മ നിലനിർത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെങ്ങൽക്കോട്ടത്ത് ഇന്നും പന്നിയും മക്കളെയും കെട്ടിയാടുന്നത്. നെല്ലും മറ്റു കാർഷിക വിളകളും കൂട്ടത്തോടെ നശിപ്പിക്കുന്ന പന്നികളെ തുരത്താനുള്ള വഴി കാണാതെ ജനങ്ങൾ വിഷമിച്ചു. ഒടുവിൽ കർഷകരും തൊഴിലാളികളും സമീപത്തെ കരിമ്പാലൻ തമ്പുരാട്ടി ദേവസ്ഥാനത്തെത്തി സങ്കടമുണർത്തിച്ചു. പിന്നീട് പന്നിശല്യത്തിൽ കുറവ് വന്നെന്നും അന്നുമുതലാണ് പന്നിയും മക്കളും തെയ്യക്കോലങ്ങൾ ഇവിടെ കെട്ടിയാടാനും തുടങ്ങിയതെന്നുമാണ് പറയപ്പെടുന്നത്. അപൂർവ തെയ്യങ്ങളെ കാണാൻ നിരവധി പേരാണ് ദേവസ്ഥാനത്ത് എത്തിയത്. ന്യൂസ് 18 പയ്യന്നൂർ. മൂന്നാറിൽ റേഷൻ കടകളിൽ എത്തുന്ന അരി അർഹതപ്പെട്ടവർക്ക് തന്നെ ലഭ്യമാക്കാൻ ഇടപെടൽ വേണമെന്ന ആവശ്യം. റേഷൻ കടകളിൽ നിന്നും അരി കരിഞ്ചന്തയിൽ വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. മൂന്നാർ ടൗണിന് സമീപം പ്രവർത്തിക്കുന്ന റേഷൻ കടയിൽ നിന്നും അരി മൂന്നാറിലെ മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്താനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നാട്ടുകാർ തടഞ്ഞിരുന്നു. മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ കോഴി കർഷകന് 3 ലക്ഷം രൂപയുടെ നഷ്ടം. വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശി തുടുമ്മൽ അബ്ദുള്ളയുടെ 11,500ഓളം കോഴികളെ വളർത്തുന്ന ഫാമിൽ 1,500 കോഴികളാണ് ചത്തൊടുങ്ങിയത്. മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയിൽ മേലധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബ്ദുള്ള. KSEBയുടെയും മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയിൽ മേലധികാരികൾക്ക് പരാതി നൽകുമെന്ന് അബ്ദുള്ള അറിയിച്ചു. രാവിലെ 10 മണിക്ക് ശേഷമാണ് ഇവിടെ കറണ്ട് പോയപ്പോൾ ഞാൻ അവർക്ക് KSEBയിൽ വിളിച്ചു. ഇങ്ങനെ വെളികുളത്ത് ട്രാൻസ്ഫോമറിൽ കറണ്ട് പോയിട്ടില്ല, എപ്പോഴാണ് വരിക ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ വർക്ക് നടക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷമേ വരുള്ളൂ എന്ന്. അപ്പോൾ പിന്നെ പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫാമുണ്ട്, നമുക്ക് നിങ്ങളെന്തെങ്കിലും മെസ്സേജൊന്നും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് സ്ഥലത്തെ അത് പണി നടക്കുള്ളൂ, അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റില്ല പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ അപ്പത്തിന് ടാങ്കിൽ വെള്ളം തീർന്നു. ടാങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അതിന് കറണ്ട് പോയി വെള്ളം തീർന്നു. 1 മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു. ഞാൻ അവരെത്തി ചെന്നു. ചെന്നിട്ട് അവരെ കാല് പിടിച്ച് ഞാൻ ഒരു അരമണിക്കൂർ എനിക്ക് കറണ്ട് വിട്ടുതരും, എന്നാൽ എൻ്റെ കോഴി ചാവില്ല. അവരെ കാല് പിടിച്ചു, അവരതിന് സമ്മതിച്ചില്ല. അപ്പോൾ അതിന് പിന്നെ ഇവിടെ വന്നപ്പോൾ കോഴിയൊക്കെ ചാവൽ തുടങ്ങി. അങ്ങനെ ഉണ്ടായത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഉന്നയിക്കുമ്പോൾ അതിന്റെ പ്രതിധ്വനി അത് ഉത്തരേന്ത്യയിൽ തന്നെ ആയിരിക്കും. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,605 രൂപ, പവന് 52,840 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,535 രൂപ, പവന് 44,280 രൂപ. വെള്ളി ഗ്രാമിന് 86 രൂപ, കിലോഗ്രാമിന് 86,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം.